ഇപ്പോഴും അവിടുത്തെ POKയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിർത്തി കടന്ന് ഇന്ത്യൻ ബൂട്ട് ചലിക്കും. പാകിസ്ഥാന്റെ നിലവിലെ സാഹചര്യത്തിൽ അവർ ഏകദേശം ഒരു ഇന്ത്യയോട് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ പോലും പിടിച്ചു നിൽക്കാൻ നിലവിൽ ശേഷിയില്ല. പാകിസ്ഥാനെ ഒരു കാരണവശാലും ഇറാൻ അടുപ്പിക്കില്ല. ഇറാന്റെ ഏറ്റവും വലിയ ശത്രുവാണ് പാകിസ്ഥാൻ. ഒരടി പാകിസ്ഥാന് കിട്ടുവാണെങ്കിൽ ബാക്കി ഞങ്ങൾ അടിച്ചോളാം എന്നുള്ള നിലപാടുള്ളവരാണ് ഇറാൻ. RSSന് വലിയ താല്പര്യമുണ്ട് POK പിടിച്ചെടുക്കുകയാണ്. ഇവിടെ RSSന്റെ താല്പര്യങ്ങൾ പലതും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ മോദിയെ സംബന്ധിച്ചിടത്തോളം അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിൽ എന്ത് തീരുമാനമെടുക്കും നമുക്ക് പറയാൻ പറ്റില്ല. ചൈനയ്ക്ക് പാകിസ്ഥാനോട് എന്തുകൊണ്ടാണ് ഇത്രയും പ്രണയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബലൂചിസ്ഥാനിലെ ധാതുലവണങ്ങളാണ്, റിസോഴ്സസ് ആണ്. ചേട്ടാ, ഭാരതത്തെ തകർക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ പലപ്പോഴും സ്വന്തം രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി അതിനെ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച ഒരു രാജ്യം കൂടിയാണ്. ഇപ്പോൾ തീവ്രവാദം കൊണ്ട് ഏറ്റവും അധികം തലവേദനയായിരിക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലൊരു തുറന്ന പോര് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കിഴക്കൻ പക്തിക പ്രവിശ്യയിൽ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ പക്തിക പ്രവിശ്യയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏകദേശം 46 മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനും താലിബാനും ഏറ്റുമുട്ടുമ്പോൾ അവിടെ ഇന്ത്യ മറ്റൊരു സാധ്യത കൂടി തേടുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളായി ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം ബാഹ്യ തർക്കങ്ങൾ കൊണ്ട് വളരെ വാർത്താ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന പാക് അധിനിവേശ കാശ്മീർ അഥവാ POKയിൽ ഇന്ത്യ ഈ സമയം കണ്ണുവെക്കുന്നു. ഇപ്പോൾ POK പിടിച്ചെടുക്കാൻ പറ്റിയ ഏറ്റവും ഉചിതമായ ഒരു സമയമാണെന്ന് ഇന്ത്യ കണക്ക് കൂട്ടുന്നു. ഈ ഒരു അവസരത്തിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷവും അതോടൊപ്പം ഇന്ത്യയുടെ POK മോഹവുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാക് ഓക്യുപ്പൈഡ് കശ്മീർ, POK പാക് അധിനിവേശ കശ്മീർ. നമ്മളതിനെ POK എന്നും വിളിക്കും, അവരതിനെ ആസാദ് കാശ്മീർ എന്നും വിളിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി. അതായത് രാജാ ഹരി സിംഗ് നമുക്ക് പൂർണ്ണമായും എഴുതിത്തന്ന ഭൂമി, ഇന്ത്യക്ക് എഴുതിത്തന്ന ഭൂമി യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കാൻ അവർ ശ്രമിക്കുകയും ഈ യുദ്ധം നല്ല കൊടുമ്പിരി കൊണ്ട് നിൽക്കവേ ഓരോ സെക്കൻഡിലും നമ്മൾ ജമ്മുവിലേക്ക് കടന്നു കയറിയവരെ അടിച്ചോടിച്ചുകൊണ്ടിരിക്കവേ മൗണ്ട് ബാറ്റൻ്റെ നിർദ്ദേശപ്രകാരം നെഹ്റു UN-നെ സമീപിക്കുകയും UN വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ എവിടെ സൈന്യം നിൽക്കുന്നുവോ അവിടെ സൈന്യം നിലയുറപ്പിക്കുക, അതായിരുന്നു വെടിനിർത്തൽ കരാർ. നമ്മുടെ ഏകദേശം 73,000 ചതുരശ്ര കിലോമീറ്ററാണ് അവരുടെ കയ്യിൽ ഭൂമിയാണ്, ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ് അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അത്രയും ഭൂമിയിൽ അവർ നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ കേരളത്തിലേക്കാൾ ഏരിയ വരും, മനസ്സിലായോ? വലിയൊരു ഭൂപ്രദേശം. കൃത്യമായി പറഞ്ഞാൽ 78,114 ചതുരശ്ര കിലോമീറ്റർ. അത്രയും ഒരു ഏരിയ അവരുടെ കയ്യിലായിപ്പോയി. UN പറഞ്ഞു ഇനി ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ 2 രാജ്യങ്ങളും വെടിനിർത്തി അവിടെ തുടരുക എന്ന് പറഞ്ഞു. രാജ്യത്തോട് നെഹ്റു ചെയ്ത ഏറ്റവും വലിയ ചതി, മൗണ്ട് ബാറ്റൺ എന്ന് പറയുന്ന ഒരു വിദേശിയുടെ വാക്ക് കേട്ട് നെഹ്റു നമ്മുടെ ഭൂമി പാകിസ്ഥാന് കൊണ്ടുപോയി കൊടുത്തു. അതാണ് ഈ POK. ഒരു വലിയ വഞ്ചനയുടെ കഥയാണിത്. കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയും നെഹ്റു വലിയ ജനാധിപത്യ വിശ്വാസിയാണ്, വലിയ സമാധാനക്കാരനാണ്, വലിയ ജനാധിപത്യ വിശ്വാസിയായതുകൊണ്ട് അന്താരാഷ്ട്ര സംഘടനയെ UN-നെ, യുണൈറ്റഡ് നേഷനെ നെഹ്റു വിശ്വസിച്ചു. നെഹ്റുവിനെ യുണൈറ്റഡ് നേഷൻ പാകിസ്ഥാൻ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തിനാണ് പാകിസ്ഥാൻ്റെ വഞ്ചനയ്ക്ക് നിന്നു കൊടുത്തത്? അത്രയ്ക്കും സംഘബലം, സൈന്യത്തിന് അത്രയും ശക്തമായിരുന്ന ഇന്ത്യൻ സൈന്യം എന്തിനാണ് പാകിസ്ഥാന് വേണ്ടി ഇത്തരമൊരു ഭൂമി അടിയറവ് വെച്ച് നമുക്കവിടെ നിൽക്കേണ്ടി വന്നു? നമ്മളിപ്പോഴും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രാജാ ഹരി സിംഗ് ഉള്ള സമയത്ത് 2,22,236 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ ഭൂമി, ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. അതിലാണ് 78,000-ലധികം ഭൂമി അവർ കൊണ്ടുപോയത്. അതിപ്പോഴും നമ്മൾ കൊതിയോടുകൂടി നോക്കി നിൽക്കുന്ന ഭൂമിയാണ്, കണ്ണായ സ്ഥലം. ഏറ്റവും അധികം കശ്മീർ, ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ ഭംഗിയുടെ ഇരട്ടി ഭംഗിയുള്ള സ്ഥലമാണ് ഈ പറയുന്ന POK എന്ന് പറയുന്നത്, പാക് അധിനിവേശ കാശ്മീർ. നമുക്കാർക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല, ആരെയും അവിടെ ഇന്ത്യക്കാരെയും അവരവിടെ കടത്തിവിടില്ല, അവർ ഏരിയയിലേക്ക് കടത്തിവിടില്ല. ഇത് പിടിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ വലിയ ആവശ്യമാണ്. ജമ്മു കാശ്മീർ നിയമസഭയിൽ ഇപ്പോഴും 24 സീറ്റ് ഒഴിപ്പിച്ചിട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയോ? POKയിൽ നിന്നുള്ള അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് 24 നിയമസഭാ അംഗങ്ങൾക്ക് വേണ്ടി അവിടെ ഒഴിപ്പിച്ചിട്ടിരിക്കുകയാണ് സീറ്റ്. അത് പിടിക്കുമെന്നാണ് കഴിഞ്ഞ 7 മാസങ്ങൾക്ക് മുമ്പ് അമിത്ഷാ പ്രഖ്യാപിച്ചത്. അത് ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കും. ഇതിപ്പോൾ അത് ഏറ്റവും നല്ല അവസരമാണ്.
ഏറ്റവും നല്ല ചാൻസാണ്. ഇപ്പോൾ കയറി അടിച്ചാൽ അടിച്ചതാണ്. ഇപ്പോൾ നടന്നില്ലെങ്കിൽ ഇനി നടക്കില്ല. ഇപ്പോൾ അടിച്ചാൽ ഇന്ത്യ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക. ദൗർഭാഗ്യവശാൽ ഇപ്പോൾ ഒരു തൂക്ക് ഗവൺമെൻറ് ആയിപ്പോയി ഇന്ത്യയിൽ. അതാണൊരു പ്രശ്നം. അതാണ് ഒരേ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. JDSൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി നിൽക്കുന്ന ഒരു തൂക്ക് ഗവൺമെൻറ് ആയി പോയതാണ്. മോദിക്ക് പൂർണ്ണമായ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ POK നമ്മുടെ കയ്യിൽ ഇരുന്നേനെ. അവിടുത്തെ 60 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ അഭയാർത്ഥികളെ പോലെയാണ് അവിടെ ജീവിക്കുന്നത്. പാക് പാർലമെൻറ്റിൽ അവർക്ക് അംഗത്വമില്ല, അവരുടെ പ്രതിനിധിയില്ല പാക് പാർലമെൻറ്റിൽ. അതുമാത്രമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ വലിയ രീതിയിലുള്ള ജനരോഷം ഉണ്ടാകുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ ഗവൺമെൻറ് തന്നെ ഒരു രണ്ടാം നിര പൗരന്മാരായാണ് അവരെ കാണുന്നത്. അതുപോലെ തന്നെ ഊർജ്ജ പ്രതിസന്ധി അതിരൂക്ഷമാണ്, ഭക്ഷ്യ ദൗർലഭ്യം. അത് പാകിസ്ഥാൻ എന്ന രാജ്യത്ത് അടുത്തിടെ ഉണ്ടായ സാമ്പത്തിക മാന്ദ്യവും അതിനോടനുബന്ധിച്ചുള്ള പണപ്പെരുപ്പവും ഒക്കെ വലിയ വാർത്തയാണ്. പാകിസ്ഥാൻ ഉടനീളം വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. എന്നാൽ POKയിലെ ജനങ്ങൾക്ക് അതിലേറെ ഇരട്ടി ദുരിതത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയോടൊരു ചായ്വ് എല്ലാ കാലത്തുമുണ്ട്. ഇപ്പോൾ അത് വളരെയധികം കൂടിയിട്ടുമുണ്ട്. അവരെല്ലാ ഭാഷയും സംസാരിക്കുന്നവരാണ്. ഹിന്ദി സംസാരിക്കും, അവർക്ക് നന്നായി സംസാരിക്കാൻ അറിയാം. ഹിന്ദി, ഉറുദു സംസാരിക്കും, പഷ്തൂൺ സംസാരിക്കും. അവർക്ക് എല്ലാ ഭാഷയും ഏതാണ്ട് 5 ഭാഷ അവർക്ക് കൃത്യമായി അറിയാവുന്ന ജനങ്ങളാണ് അവിടുത്തെ ഏതാണ്ട് 70 ലക്ഷത്തിൽ. അവരിവിടെ കിടക്കുന്ന നമ്മുടെ കാശ്മീരിൽ കിടക്കുന്ന കുറച്ച് വിഘടനവാദി ചിന്തയുള്ളവരെക്കാൾ നമ്മുടെ രാജ്യത്തോട് കൂറുള്ളവരാണ് ഈ പാക് അധിനിവേശ കാശ്മീരിൽ കിടക്കുന്നവർ. അവർക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഇന്ത്യയോട് ചേർക്കുമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ അനുഭവിച്ച ദുരിതമൊക്കെ അവരുടെ കൺമുൻപിൽ ഉള്ളതുകൊണ്ട് ഒരു അതിർത്തിക്കപ്പുറത്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജനങ്ങൾ സഹോദര്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു കാഴ്ച പണ്ടത്തെ കാശ്മീരല്ല ഇപ്പോഴുള്ള. അതെ. പണ്ട് വെടിയുച്ചകൾ നിലയ്ക്കാത്ത താഴ്വരകളുടെ സ്ഥാനത്ത് ഇന്ന് അത്രയധികം സമാധാനമുള്ള ഭംഗിയുള്ളൊരു ഭൂമിക ലോകത്ത് വേറെയുണ്ടോ എന്ന് സംശയമാണ്. ഇന്ത്യ അടിച്ചൊതുക്കിയതല്ലേ, കശ്മീരിൽ നമ്മൾ അടിച്ച് ഒതുക്കിയതാണ്. ഇപ്പോഴും അവിടുത്തെ POKയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിർത്തി കടന്ന് ഇന്ത്യൻ ബൂട്ട് ചലിക്കും. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ബൂട്ട് അതിർത്തി കടന്ന് ലൈൻ കടന്ന് അതിർത്തി രേഖ കടന്ന് ഇന്ത്യൻ ബൂട്ട് ചലിക്കുമെന്നൊരു പ്രതീക്ഷ അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോഴുമുണ്ട്. കാരണം അഭിഷേക് സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടാം കിട പൗരന്മാരായിട്ടാണ് അവിടെ കരുതുന്നത്. ഇവിടെ പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്നത് ഒരു മതരാഷ്ട്രം കെട്ടിപ്പടുത്ത് മതമൗലികവാദികളെ വളർത്തിയെടുത്ത പാകിസ്ഥാൻ അതേ മതമൗലികവാദികളുടെ വാളിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഏത് സമയവും കടന്നു വരും തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ. അവരേത് സമയവും പാകിസ്ഥാൻ്റെ അതിർത്തി കടക്കും. പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് അവർ ഒരു യുദ്ധത്തിന് പാകിസ്ഥാനുമായി തയ്യാറാകും. താലിബാനെ കയറി അടിച്ചു. അവിടെ ഇപ്പോൾ അവരുടെ കണക്കനുസരിച്ച്, ഏറ്റവും അവസാനം വരുന്ന കണക്കനുസരിച്ച് 49 പേർ ഡെത്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. 49 എന്ന് ഔദ്യോഗികമായി ഇപ്പോൾ BBC-യുടെ ലേഖകൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് 49 എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലും ഉയരുമെന്നാണ് നിലവിൽ പറയുന്നത്. അവരിപ്പോൾ ഹെറാത്ത് മേഖലയിലൂടെ, അതായത് കാബൂളിൻ്റെ കാണ്ഡഹാർ ഹെറാത്ത് മേഖലയിലൂടെ ഈ തെഹ്രീക്കെ താലിബാൻ്റെ തീവ്രവാദികളും അതുപോലെ തന്നെ താലിബാൻ സൈനികരും അഫ്ഗാനിസ്ഥാൻ സൈനികരും ഈ പറയുന്ന കാബൂൾ കാണ്ഡഹാർ ഹെറാത്ത് വഴി മിർ അലി അതിർത്തി, അതായത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയാണ് ഈ മിർ അലി, ആ ഒരു ഏരിയയിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ, ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ ഈ അതിർത്തി കടക്കാൻ, പാകിസ്ഥാൻ്റെ അതിർത്തി കടത്തി ഫയർ ചെയ്യാൻ പാകിസ്ഥാന് നേരെ ഒരു യുദ്ധത്തിന് അഫ്ഗാനിസ്ഥാനെ കൊണ്ട് സാധിക്കും. താലിബാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒളി യുദ്ധത്തിൽ അവർ വളരെ വിദഗ്ധരാണ്. മറഞ്ഞിരുന്ന് യുദ്ധം ചെയ്യാൻ അവർ വിദഗ്ധരാണ്. അങ്ങനെയാണ് അവർ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തത്. അഫ്ഗാനിസ്ഥാൻ അറിയാലോ, അഫ്ഗാനിസ്ഥാൻ ഏതാണ്ട് 8 രാഷ്ട്രങ്ങൾക്ക് ഇടയിൽ ഇടുങ്ങിക്കിടക്കുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ ചുറ്റും പാകിസ്ഥാൻ ഇപ്പോൾ ശത്രുക്കളാണ്. ഒരു സൈഡിൽ ഇന്ത്യ സ്ട്രോങ് ആയി നിൽക്കുന്നു, ഇങ്ങോട്ട് കടന്നു വരാൻ, ഇങ്ങോട്ട് അനങ്ങാൻ ഇന്ത്യ സമ്മതിക്കില്ല. അപ്പുറത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി 1974 രൂപീകരിച്ച BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുണ്ട്. ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യമാണ് അവരവിടെ ആവശ്യപ്പെടുന്നത്. ഈ പാകിസ്ഥാൻ്റെ ഏതാണ്ട് 44% വരും ബലൂചിസ്ഥാൻ. ഈ 44% വന്നാലും പാകിസ്ഥാൻ്റെ ഏതാണ്ട് 5% പൗരന്മാരെ ബലൂചിസ്ഥാനിലുള്ളൂ. ബാക്കി എന്ന് പറയുന്നത് ഇറാനിലും അഫ്ഗാനിസ്ഥാനിലുമാണ്. ഇറാനാണെങ്കിൽ ഷിയ ഭൂരിപക്ഷ രാജ്യമാണ് ഇറാൻ. പാകിസ്ഥാൻ സുന്നി ഭൂരിപക്ഷ രാജ്യമാണ്. പാകിസ്ഥാനെ ഒരു കാരണവശാലും ഇറാൻ അടുപ്പിക്കില്ല. ഇറാൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് പാകിസ്ഥാൻ. ഒരടി പാകിസ്ഥാന് കിട്ടുവാണെങ്കിൽ ബാക്കി ഞങ്ങൾ അടിച്ചോളാം എന്നുള്ള നിലപാടുള്ളവരാണ് ഈ ഇറാൻ. അതുപോലെ തന്നെ ഇപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ നിൽക്കുന്നു. പിന്നെ ഈ ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ
വാദികൾ നിൽക്കുന്നു, ഒരു സൈഡിൽ ഇന്ത്യ നിൽക്കുന്നു. ഇങ്ങനെ പാകിസ്ഥാൻ ഏകദേശം ഏതാണ്ട് വെട്ടിമുറിക്കപ്പെടുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് ആ രാജ്യം. ഒപ്പം സാമ്പത്തികമായിട്ടുള്ള തകർച്ച, ആ രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള തകർച്ച. ഓരോ ദിവസവും അവിടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ രൂപയുടെ മൂല്യം അവിടെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തകർന്ന് സാമ്പത്തികമായി അവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. സമ്പദ് വ്യവസ്ഥ അവിടെ തകർന്നടിയുന്നു, നാണയമൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലുള്ള രാജ്യത്തെ നമുക്ക് ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ POK ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ സൈന്യത്തിന് വേണ്ടിയിട്ടുള്ള മതിയായ ആയുധങ്ങൾ പോലും കണ്ടെത്തുക പ്രയാസമാണ് തീർച്ചയായും പാകിസ്ഥാന്. അപ്പോൾ അതിനൊപ്പം തന്നെ ഇന്ത്യക്ക് ഈ അവസരം മുതലാക്കാൻ സാധിച്ചാൽ POK എന്ന ഇന്ത്യയുടെ എക്കാലത്തെയും വലിയൊരു മോഹം അത് സഫലമാകും. തീർച്ചയായും RSSന്റെ തീരുമാനമാണ്, RSSന്റെ കേന്ദ്ര തീരുമാനമാണ്. RSSന്റെ 2 വർഷം കൂടുമ്പോഴാണ് അവരുടെ ഒരു കേന്ദ്ര സമിതി ചേരാറുള്ളത്. ഓരോ 2 വർഷത്തിലും RSSന്റെ കേന്ദ്ര സമിതി ചേരാറുണ്ട്. അതിലെ ഒരു തീരുമാനമാണ് POK നമ്മൾ പിടിച്ചെടുക്കുക എന്നുള്ളത്. പാക് ഒക്യുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുക്കുക, അത് ഇന്ത്യയോട് ചേർക്കുക എന്നുള്ളത് RSSന്റെ നേരത്തെയുള്ള തീരുമാനമാണ്. RSSന്റെ തീരുമാനങ്ങളാണ് മിക്കവാറും നടപ്പാക്കാറുള്ളത്. കാശ്മീർ ഇന്ത്യയോട് ചേർന്ന കാലം മുതൽ RSSന് കാശ്മീരിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. കാരണം 1947 കാശ്മീർ രാജാവായ ഹരിസിംഗ് ആ ഒരു കാശ്മീർ എന്ന ഭൂപ്രദേശം പാകിസ്ഥാനിനോടോ ഇന്ത്യയോടോ കൂട്ടിച്ചേർക്കാനുള്ള ഒരു ചർച്ചയിൽ അതിന് രണ്ടിനും തയ്യാറാവാതെ വന്നൊരു അവസരത്തിൽ ആദ്യമായി കാശ്മീരിലെത്തി ഈ ഹരിസിംഗുമായി കൂടിക്കാഴ്ച നടത്തിയത് ഗുരുജി ഗോൾവാൾക്കറാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയായിരുന്ന VP മേനോൻ അന്ന് അങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തിയ ഒരു പ്രസ്ഥാനം RSS ആണ്. തീർച്ചയായും RSSന് വലിയ താല്പര്യമുണ്ട് POK പിടിച്ചെടുക്കുകയാണ്. ഇവിടെ RSSന്റെ താല്പര്യങ്ങൾ പലതും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി ബില്ല്, അതുപോലെ തന്നെ കാശ്മീരിൻ്റെ പ്രത്യേക ഭരണഘടന എടുത്തു കളയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം RSSന്റെ കേന്ദ്ര സമിതിയുടെ തീരുമാനമായിരുന്നു. ആ തീരുമാനമാണ് ഇപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിലും RSSന്റെ തീരുമാനമുണ്ട്. ഈ സമയത്ത് ഗവൺമെൻറ് ഇടപെടുമോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ടൈമിൽ എന്ത് തീരുമാനം മോദിയും അമിത്ഷായും എടുക്കും? POK പിടിച്ചെടുക്കാം. ഈ സമയത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ആൾനാശം ഇക്കാര്യത്തിൽ സംഭവിക്കില്ല. ഇത് ഒരു വ്യോമാക്രമണം അവിടെ നടത്താൻ പറ്റില്ല. വ്യോമാക്രമണം നടത്തുകയാണെങ്കിൽ സിവിലിയൻസ് കൊല്ലപ്പെടും. നമുക്കിപ്പോൾ അവിടെ നടത്താൻ പറ്റുന്നത് ഒരു ബൈ റോഡായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നമുക്ക് നടത്താൻ സാധിക്കുന്ന ഒന്ന്. ഒരു കരയുദ്ധം മാത്രമേ നമുക്കിവിടെ അവിടെ നടത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സിവിലിയൻസിൻ്റെ മരണം അവിടെ സംഭവിക്കും. അവിടെ ഉള്ളവർ ഇപ്പോൾ നമ്മളോട് അനുകൂല സ്വഭാവം കാണിക്കുന്നവർ നമുക്ക് എതിരാവും. ഇപ്പോൾ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കരയുദ്ധം ഇന്ത്യക്ക് നിലവിൽ നടത്താൻ പറ്റും. വലിയ ആൾനാശമില്ലാതെ കരയുദ്ധം ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടത്താൻ സാധിക്കുന്ന ഒരു സമയമാണിത്. കാരണം പാകിസ്ഥാൻ പൂർണ്ണമായും ഈ പറയുന്ന താലിബാനോട് ഏറ്റുമുട്ടാൻ നിൽക്കുകയാണ്. താലിബാനോട് ഏറ്റുമുട്ടിയില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ നല്ലൊരു മേഖല താലിബാൻ കൊണ്ടുപോകും. ഈ ബലൂചിസ്ഥാൻ ഏരിയ എന്ന് പറയുന്നത് ധാതു ലവണങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഏരിയയാണ്. ധാതു ലവണങ്ങളാൽ സമ്പുഷ്ടമായ ഏരിയ ആയതുകൊണ്ടാണ് ചൈന അതിൽ കണ്ണുവച്ചിരിക്കുന്നത്. ചൈനയ്ക്ക് പാകിസ്ഥാനോട് എന്തുകൊണ്ടാണ് ഇത്രയും പ്രണയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബലൂചിസ്ഥാനിലെ ധാതു ലവണങ്ങളാണ്, റിസോഴ്സസ് ആണ്. അതിനെ കണ്ണുവച്ചിട്ടാണ് ചൈന അവിടെ ഇങ്ങനെ ഇത്രയും താല്പര്യം ഈ ഒരു മേഖലയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ നിലവിലെ സാഹചര്യത്തിൽ അവർ ഏകദേശം ഇന്ത്യയോട് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ പോലും പിടിച്ചു നിൽക്കാൻ നിലവിൽ ശേഷിയില്ല. ഇന്ത്യ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അതിർത്തിയിൽ കടന്ന് നമ്മൾ പറയുന്നത് പോലെ ബലൂചിസ്ഥാനിലെ ജനങ്ങൾ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇന്ത്യൻ ബൂട്ട് ഈ പറയുന്ന പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ പതിയണമെങ്കിൽ ഒരു 3 മണിക്കൂർ പോലും ഇന്ത്യക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരില്ല. വലിയ ആൾനാശമില്ലാതെ ഈ ഘട്ടത്തിൽ നമുക്ക് കടന്നു കയറി ചെന്ന് ഈ ഭൂമി പിടിച്ചെടുക്കാനും അവിടെ നിന്നും ഈ പറയുന്ന സൈന്യത്തെ പുറത്താക്കാനും സാധിക്കും. ഇത് തെക്കൻ കശ്മീരുമുണ്ട്, അതുപോലെ തന്നെ വടക്കൻ കശ്മീരുമുണ്ട്. തെക്കൻ കശ്മീരിൽ പൂർണ്ണമായും പ്രസിഡന്റിൻ്റെ ഭരണവും വടക്കൻ കാശ്മീരിൽ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൗൺസിലുമാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് ഭരണമോ കാര്യങ്ങളോ തെരഞ്ഞെടുപ്പോ ഒന്നും തന്നെ നടത്താറില്ല. പാകിസ്ഥാൻ അവിടെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും ഒന്നും തന്നെ അവിടെ നടത്താറില്ല. അവിടെ കടന്നു കയറി ചെല്ലുക എന്നുള്ളത് നിമിഷ നേരം കൊണ്ട് ഇന്ത്യയെ കൊണ്ട് സാധിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ മോദിയെ സംബന്ധിച്ചിടത്തോളം അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിൽ എന്ത് തീരുമാനം എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ ചിന്തിക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന, നമുക്ക് ചിന്തിച്ചാൽ കൂട്ടുന്ന കാര്യമൊന്നുമല്ല അവർ ചിന്തിച്ച് കൂട്ടുന്നത്. അപ്പോൾ അവർ ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരുപക്ഷെ ഇന്ത്യ ഈ പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ മോഹം നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യ ഒരുപക്ഷെ ഇപ്പോൾ RSS ആഗ്രഹിക്കുന്നത് പോലെ നിയന്ത്രണ രേഖ കടന്നൊരു സൈനിക ഓപ്പറേഷൻ, വെറും 3 മണിക്കൂറോ 4 മണിക്കൂറോ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സൈനിക ഓപ്പറേഷനിലൂടെ
ഈ ഒരു പദ്ധതി ഇന്ത്യക്ക് നടപ്പാക്കാൻ സാധിക്കും. എന്തായാലും ആയുധം വെച്ചു കൊടുത്ത കൈക്ക് തന്നെ പാകിസ്ഥാൻ തീവ്രവാദികൾ കടന്നു കൊത്തിക്കൊണ്ടിരിക്കുന്നു. താലിബാനുമായിട്ടുള്ള പാകിസ്ഥാൻ്റെ സംഘർഷം മുതലെടുക്കാൻ ഭാരതത്തിന് കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹമായ POK എന്ന പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല.